കർണാടകത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഡിസംബർ മാസം 9-ാം തീയതി കത്തയക്കുന്നു. ആ കത്ത് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കത്തിന് മറുപടി കൊടുക്കുകയും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കേരള ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ ഭൂമി 2 ഭൂമി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. 1-2 കേസുകൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുമായി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കർണാടക ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥനയെ ഏറ്റവും സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നുള്ള മറുപടി 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയാണ്. അതായത് ഡിസംബർ മാസം 10-ാം തീയതി. എന്നാൽ ഡിസംബർ മാസം 10-ന് തന്നെ ഉച്ച കഴിഞ്ഞ് ഈ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ലീഡിംഗ് വാർത്തയായി പ്രത്യക്ഷപ്പെടുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കർണാടകം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് കേരള ഗവൺമെന്റ് പ്രതികരിച്ചേ ഇല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചേ ഇല്ല എന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതാണ് നാം കണ്ടത്. പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം തരാത്ത വിഷയമാണല്ലോ ഇന്ന് ഗൗരവമായിട്ടുള്ള ചർച്ച. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനെ നിശിതമായിട്ട് വിമർശിക്കുകയും ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടാണെങ്കിലും കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ വിമാനം ഓടിയതിന്റെയും ഹെലികോപ്റ്റർ ഓടിയതിന്റെയും എല്ലാം ബില്ല് ഈ ദുരന്ത കാലത്ത് നയാ പൈസ കേരളത്തിന് തരാത്ത സാഹചര്യത്തിൽ പോലും ഈടാക്കാൻ കേന്ദ്രം സ്വീകരിച്ച നടപടി, ആ നടപടിയെയും നിശ്ചിതമായിട്ട് വിമർശിക്കപ്പെട്ടു. ഈ അവസരത്തിലും യഥാർത്ഥത്തിലുള്ള വിഷയം ചർച്ച ചെയ്യാതെ കോൺഗ്രസ് മനഃപൂർവ്വം നുണ പ്രചരിപ്പിക്കുന്നത് നാം കാണുകയാണ്. കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും 100 വീടുകൾ വെച്ച് തരാൻ ഉള്ള നിർദ്ദേശം കേരളത്തിന് നൽകിയെന്നും കേരളം അതിന് അനുഭാവപൂർവ്വം പ്രതികരിച്ചേ ഇല്ല എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കപ്പെടുന്നത്. എന്നാൽ എന്നാണ് കർണാടക ഗവൺമെന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അറിയിച്ചത്? ആ നിർദ്ദേശം അറിയിച്ചതിന് ശേഷം കേരളം അതിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ? ഇത് ഏറ്റവും ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. 2024 ഡിസംബർ മാസം 6-ാം തീയതി, അതായത് ഇന്നേക്ക് 12 ദിവസം മുമ്പ് കർണാടകത്തിന്റെ ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ടാണ് ഈ വിവരം ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ഡിസംബർ മാസം 6-ാം തീയതി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അതിൽ അപ്പോൾ തന്നെ നന്ദി പറയുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കേരള ഗവൺമെന്റിന് കിട്ടുന്നത് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. അതായത് കർണാടകത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഡിസംബർ മാസം 9-ാം തീയതി കത്തയക്കുന്നു. ആ കത്ത് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കത്തിന് മറുപടി കൊടുക്കുകയും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കേരള ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ ഭൂമി 2 ഭൂമി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. 1-2 കേസുകൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുമായി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കർണാടക ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥനയെ ഏറ്റവും സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നുള്ള മറുപടി 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയാണ്. അതായത് ഡിസംബർ മാസം 10-ാം തീയതി. എന്നാൽ ഡിസംബർ മാസം 10-ന് തന്നെ ഉച്ച കഴിഞ്ഞ് ഈ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ലീഡിംഗ് വാർത്തയായി പ്രത്യക്ഷപ്പെടുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കർണാടകം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് കേരള ഗവൺമെന്റ് പ്രതികരിച്ചേ ഇല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചേ ഇല്ല എന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതാണ് നാം കണ്ടത്. എന്നാൽ ഡിസംബർ മാസം 9-ാം തീയതി മാത്രം ഔദ്യോഗികമായിട്ടുള്ള കത്ത് കേരളത്തിന് കിട്ടുകയും ഡിസംബർ മാസം 10-ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അതിന് വളരെ അനുഭാവപൂർവ്വമുള്ള മറുപടി കൊടുക്കുകയും ചെയ്തിട്ടാണ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നത്. ഇവിടെ കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട് തരാതെ 138 ദിവസമായി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിഷേധിച്ച് നയാ പൈസ തരാതെ മുന്നോട്ട് പോവുകയും അതിലിപ്പോൾ ഹൈക്കോടതി അടക്കം ഏറ്റവും കൃത്യമായി ഇടപെട്ട് ശക്തമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് കൊടുക്കുകയും കേന്ദ്രത്തിന്റെ നടപടികളെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി കോൺഗ്രസ് മനഃപൂർവ്വം നടത്തുന്ന കർണാടക മുഖ്യമന്ത്രിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നുണപ്രചരണത്തെ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.